മൈന അത് അറിഞ്ഞതിനു ശേഷം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചല്ലോ. സംസാരിച്ച പോലുമില്ല. നേരെ എവിടെ നിന്ന് കൊണ്ടുപോയി അതിനെ. എനിക്ക് തോന്നുന്ന മിട്ടു ആപത്തിലാണെന്ന്. നിങ്ങൾ എല്ലാവരും എന്തിനാ എന്റെ കുഞ്ഞിനെ ആപത്തിലാക്കിയത്? നീ ഒന്നോർത്തും വിഷമിക്കണ്ട ചിങ്കി. നമുക്ക് മിട്ടുവിനെ തക്കതായ സമയത്ത് ഈ കാട്ടിലേക്ക് കൊണ്ടുവരാം. വാ വാ, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാട്ടിൽ ചിങ്കിക്കുരുവിയും മൂനുക്കുരുവിയും അവരുടെ കൂട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നു. പല മാസങ്ങളായി അവർ ഒരുമിച്ച് ജീവിച്ചാലും അവർക്ക് കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് ചിങ്കി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു ദിവസം നദിക്കരയിൽ ഇരുന്ന് പാവം ചിങ്കി കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പത് കണ്ടു ആ നദിയിലെ വെള്ളത്തിൽ പെട്ടെന്ന് ഒരു കൂട ഒഴുകി വന്നുകൊണ്ടിരുന്നത്. ആഹാ, വെള്ളത്തിലായി കൂടി വരുന്നല്ലോ. അങ്ങനെ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ കൂട്ടിൽ ഒരു മുട്ടയും ഉണ്ടായിരുന്നു. ആഹാ, ഇത് മുട്ട പുതിയതാണല്ലോ. വേഗം ഇത് എടുത്തില്ലെങ്കിൽ ഈ മുട്ട നാശമാകും. അങ്ങനെ പറഞ്ഞ ചിങ്കിക്കുരുവി ഉടനെ കൊക്കുകൊണ്ട് മുട്ടയെടുത്ത് അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പറവകളും കണ്ടു ചിങ്കിക്കുരുവി അതിന്റെ കൊക്കിൽ ഒരു മുട്ട കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവരും അതിന്റെ കൂടിനടുത്തേക്ക് വന്നു. നോക്കൂ, ദൈവം നൽകിയ വരമാണിത്. അയ്യോ, ഇതെങ്ങനെ സാധ്യമാകും? ചിങ്കിക്കുരുവി ആ മുട്ടയിലിരുന്ന് മുട്ടയെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവ കുഞ്ഞുങ്ങളെ തന്നില്ല, അതിന് പകരമായി മുട്ട വരമായി നൽകിയത്. ഇനി ഈ മുട്ട ഞാൻ തന്നെ നോക്കും. ഈ മുട്ടയ്ക്ക് വേണ്ടി ഞാൻ ജീവൻ തന്നെ നൽകും. ചിങ്കി എന്തു പറഞ്ഞോ അതുപോലെ തന്നെ പെരുമാറി. മുഴുവനായി ആ മുട്ട വളരാൻ തുടങ്ങി. ഒരു ദിവസം ആ മുട്ടയ്ക്കകത്ത് നിന്ന് ഒരു കിളിയും പുറത്തു വന്നു. ആഹാ, എന്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്നാൽ അതൊരു ചെറിയ തത്തമ്മ. അയ്യോ ചിങ്കി, ഇതൊരു തത്തയാണ്. ഇത് തത്തമ്മയായാൽ എന്താ, എന്റെ കുഞ്ഞാണ്. ഇന്നു മുതൽ ഇതിന്റെ അമ്മ ഞാനാണ്. ദൈവത്തിന് നന്ദി. ചിങ്കിയുടെ സന്തോഷത്തിന് ഇപ്പൊ അളവില്ലായിരുന്നു. അത് സമയത്തിന് മിട്ടുവിന് ഭക്ഷണം കൊടുത്തു. എല്ലാ വിധത്തിലും അതിനെ നന്നായി നോക്കി. 2 മാസം കൊണ്ട് മിട്ടു നന്നായി വളർന്നു. ഇപ്പൊ പറക്കാനും തുടങ്ങി. ആഹാ, എന്റെ കുഞ്ഞെത്ര മനോഹരമായ ആകാശത്ത് പറക്കുന്നു. ഇത് കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം തോന്നുന്നു. ഇനി എനിക്കും എന്റെ കുഞ്ഞിനോടൊപ്പം ആകാശത്ത് പറക്കാൻ കഴിയും. അപ്പൊ കാട്ടിൽ എല്ലാവരും എന്നെ നോക്കും. ചിങ്കിയുടെ സന്തോഷം കണ്ട് മോനുവും സന്തോഷിച്ചു. ഇപ്പൊ അവർ 3 പേരും പറന്ന് ഒരുപാട് സ്ഥലത്ത് പറക്കാൻ തുടങ്ങി. മിട്ടു ഇപ്പൊ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും പിന്നെ അവളുടെ അമ്മയ്ക്കും ഓമന മകളായി മാറി. അപ്പൊ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ, ഒരു മൈന ചിങ്കിയുടെ കൂടിനടുത്ത് വന്നു. അവിടെയുള്ള മിട്ടുവിനെ കണ്ടത് കരയാൻ തുടങ്ങി. എന്റെ കുഞ്ഞ് എത്ര വലുതായി വളർന്നു. അവസാനം ഞാൻ നിന്നെ തേടി കണ്ടുപിടിച്ചു. അങ്ങനെ മൈനയുടെ കരച്ചിൽ കേട്ട് എല്ലാ പറവകളും അവിടെ എത്തി. അപ്പൊ ചിങ്കി പറഞ്ഞു, ആരാ നീ? എന്റെ മിട്ടുവിനെ എന്തിനാ നിന്റെ കുഞ്ഞെന്ന് പറയുന്നത്? കുറച്ചു ദിവസം മുന്നേ ഞാൻ കൂട്ടിൽ വെച്ചിരുന്ന മുട്ട കാണാതായിരുന്നു. അന്ന് മുതൽ ഞാനും അന്വേഷിച്ചു. നിനക്ക് കിട്ടിയ മുട്ട എന്റെ മുട്ടയാ. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു താ. ഇല്ല, ഇപ്പത് എന്റെ കുഞ്ഞാ. ഇവിടെ നോക്ക്, ഞാൻ മോശമായവളല്ല. ഒരു ചെറിയ തെറ്റുകൊണ്ട് എന്റെ മുട്ട എനിക്ക് നഷ്ടപ്പെട്ടു. ആ മുട്ട നിനക്ക് കിട്ടി, നീ വളർത്തി. നിനക്ക് ഒരുപാട് നന്ദി. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ തിരിച്ചതാ. ഇല്ല, ഇത് എന്റെ അമ്മയാണ്. അവരെ വിട്ട് ഞാൻ എവിടേക്കും വരില്ല. അപ്പൊ എല്ലാ പറവകളും ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത്. മിട്ടു ചിങ്കിയെ തന്നെ കെട്ടിപ്പിടിച്ച് നിന്നു. അതിന്റെ ശരിക്കുമുള്ള അമ്മയെ അത് നോക്കിയതുപോലുമില്ല. ചിങ്കി പക്ഷി, നിന്റെ നല്ല മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മിട്ടുവിനെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണ്ടേ? അത് അവന്റെ അവകാശമാണ്. അത് കേട്ട് ചിങ്കിക്കുരയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. മിട്ടു പോകാനായി തയ്യാറായതേയില്ല. പക്ഷേ പറവകൾ പറഞ്ഞ കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് മിട്ടു അതിന്റെ സ്വന്തമായ അമ്മയുടെ കൂടെ പോയി. ചിങ്കി മിട്ടു പോയത് കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു. മിട്ടുവും സങ്കടപ്പെട്ടു. പക്ഷെ അതിന് വേറെ വഴിയില്ലായിരുന്നു. കുറച്ചു നേരത്തിൽ അവർ 2 പേരും ആ കാട് വിട്ട് വളരെ ദൂരെയുള്ള മറ്റൊരു കാട്ടിൽ ചെന്നു. അവിടെ ചിങ്കി സങ്കടത്തിലായിരുന്നു.
പക്ഷെ പെട്ടെന്ന് അതിനൊരു കാര്യം ഓർമ്മ വന്നു. അയ്യോ, ഞാനെങ്ങനെ ആ കാര്യം പറഞ്ഞത്? ആ മൈന പറഞ്ഞു മുട്ട കൂട്ടിൽ നിന്നാ കാണാതായതെന്ന്. പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ കൂടോടെയല്ലേ മുട്ട കിട്ടിയത്? അത് കേട്ട് എല്ലാ പറവകളും ചിന്തിക്കാനായി തുടങ്ങി. അപ്പൊ ചിങ്കി വീണ്ടും പറഞ്ഞു, മൈന അത് അറിഞ്ഞതിനു ശേഷം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചല്ലോ, സംസാരിച്ചു പോലുമില്ല, നേരെ എവിടെ നിന്ന് കൊണ്ടുപോയി അതിനെ. എനിക്ക് തോന്നുന്ന മിട്ടു ആപത്തിലാണെന്ന്. നിങ്ങൾ എല്ലാവരും എന്തിനാ എന്റെ കുഞ്ഞിനെ ആപത്തിലാക്കിയത്? നീ ഒന്നോർത്തും വിഷമിക്കണ്ട ചിങ്കി, നമുക്ക് മിട്ടുവിനെ തക്കതായ സമയത്ത് ഈ കാട്ടിലേക്ക് കൊണ്ടുവരാം. വാ വാ, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ പറവകളുടെ കൂട്ടം അവിടെ നിന്ന് പറന്നു. അപ്പുറത്ത് മിട്ടു അമ്മയെന്ന് പറഞ്ഞ മൈനയോടൊപ്പം ഒരു ഗുഹയ്ക്കടുത്ത് വന്നു. വാമോനെ പിട്ടു, അകത്ത് പോ, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുന്നു. മിട്ടു സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് മിണ്ടാതെ ആ ഗുഹയ്ക്കകത്തേക്ക് പോയി. അകത്ത് പോയതിനു ശേഷം മിട്ടു ശ്രദ്ധിച്ചു, നീല നിറമുള്ള ഒരു മൈന കൂട്ടിൽ ഇരിക്കുന്നത്. അപ്പൊ അവിടേക്കൊരു കഴുക് വന്നു. കഴുകിനെ കണ്ട് മിട്ടു പേടിച്ചു. ആദ്യം യഥാർത്ഥ അമ്മയെ കണ്ടുമുട്ട്, അത് കഴിഞ്ഞ് രാത്രി ഞാൻ നിങ്ങളെ തിന്നോളാം. അങ്ങനെ പറഞ്ഞ കഴുക് മിട്ടുവിനെയും ആ കൂട്ടിൽ അടച്ചു വെച്ചു. മൈനെ വരൂ, നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അത് കഴിഞ്ഞ് ഇവരുടെ കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. നീല നിറത്തിലുള്ള മൈന മിട്ടുവിനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ആരാ? എന്നെ കൊണ്ടുവന്ന ആ മൈന ആരാ? ആ കഴുക ആരാണ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ചിങ്കി കുരുവിയും അതിന്റെ കൂട്ടത്തിനോടൊപ്പം അവിടെ വന്നു. മിട്ടു, ഇപ്പോഴാ മൈന കഴുകിനോടൊപ്പം പുറത്തു പോകുന്നത് കണ്ടത്. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? അമ്മി, നിങ്ങൾ എത്തി. നിങ്ങളെ കാണാതെ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു ഞാൻ. ഇല്ല മോനെ, അങ്ങനെയൊന്നും പറയരുത്. അവരോടൊപ്പം വന്ന മൂങ്ങ കൂട് തുറന്നു കൊടുത്തു. രണ്ടുപേരും പുറത്തേക്കും വന്നു. മിട്ടു, നിന്റെ കൂടെയുള്ള പുതിയ മൈന ആരാണ്? നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. സംഭവിച്ചത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. മിട്ടു, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന മൈന എന്റെ അനിയത്തിയാണ്. അവൾക്ക് പ്രസവിക്കാൻ പറ്റാത്ത ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് എന്റെയും നിന്റെ അച്ഛനെയും കാണുമ്പോൾ അവൾക്ക് ഒരുപാട് അസൂയാണ്. എന്നെ നശിപ്പിക്കാനാണ് അവൾ ആ കഴുകിനോടൊപ്പം നടക്കുന്നത്. ഒരു ദിവസം ഞാനൊരു മുട്ടയിട്ടു. അപ്പോഴാണ് ആ പ്രാവ് വന്ന് പറഞ്ഞത് എന്റെ അനിയത്തി കാരണം മുട്ടയ്ക്കും എനിക്ക് ആപത്തുണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ആ കൂടിനോടൊപ്പം നിന്നെ അയച്ചത്. നീ നന്നായിരിക്കണമെന്ന് കരുതി. അതിനുശേഷം കഴുകൻ നിന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. എന്നെ കൂട്ടിലിട്ട് അടച്ചും വെച്ചു. അവര് പറഞ്ഞു മുട്ട കണ്ടുപിടിച്ച് നിന്റെ കൺമുന്നിൽ തന്നെ കൊല്ലുമെന്ന്. അന്ന് മുതൽ മൈന മുട്ട അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാ നീ രക്ഷപ്പെട്ട് ഇപ്പൊ നീ എന്റെ മുന്നിൽ വളർന്നു വന്ന് നിൽക്കുന്നത്. സത്യമാ മോളെ, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ നിന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞു വിട്ടത്. അത് കേട്ട എല്ലാ പറവകളും ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അപ്പം മിട്ടു അവന്റെ സത്യമായ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ എനിക്ക് ജീവൻ നൽകി. പക്ഷെ എന്നെ നന്നായി നോക്കിയ ഒരു അമ്മയുണ്ട്. അവരല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ വരൂ അമ്മേ. ചേച്ചി, മിട്ടു പറയുന്നത് ശരിയാ. മിട്ടുവിന്റെ ഇന്നു മുതൽ രണ്ടമ്മ. നമുക്ക് രണ്ടുപേർക്കും അവന് സ്നേഹം കൊടുക്കാം. നമ്മളോടൊപ്പം അവന് സന്തോഷിച്ച് ജീവിക്കും. ഇത് കേട്ട് മൈനയും സന്തോഷിച്ചു. അതിനുശേഷം എല്ലാ പറവകളും ആ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ കാട്ടിലേക്ക് പറന്നു പോയി. ഈ കാട്ടില് ഒരു കുഞ്ഞിനും അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഒരു ദിവസം എത്തുമ്പോൾ ആ കുഞ്ഞിനെ ഈ ഗുഹയിലേക്ക് ഞാൻ എത്തിക്കും. ഒരു ദിവസം ചിങ്കി മൈന മുട്ടയിട്ടു. ഒരു ദിവസം മിട്ടു കിളി ഡ്രീംലാൻഡ് കാട്ടിന്ന് തീറ്റ തേടി പോകും. അത് ചുറ്റിയിട്ടും ഗോൾഡിയുടെ കാടായ ബ്ലൂ ലാൻഡിലേക്ക് പോകും. കുറച്ചു നേരത്തിന് ശേഷം ഒരു മരത്തില് മൈന അവിടെ ഇരിക്കുന്നത് അത് കാണും. അതും മൈനയുടെ അടുത്ത് പോയി ഇരിക്കും. ഹലോ മൈന, എന്റെ പേര് മിട്ടു. നിന്റെ പേരെന്താ? മിട്ടു, എന്റെ പേര് ചിങ്കു മൈന. ഇതിനു മുന്നേ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വേറെ കാട്ടിന്ന് വന്നതാണോ? ഡ്രീംലാൻഡിനാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ ചെറിയ പറവകളൊന്നും വരണല്ലോ. എല്ലാവരും വളരെ ഒളിതല്ലോ. ടൈം വരുമ്പോ നിനക്കെല്ലാം മനസ്സിലാകും. നിനക്കിവിടെ കുറച്ചു ദിവസം ഇരിക്കാലോ. ഇവിടെ എനിക്ക് കൂട്ടുകാരേ ഇല്ല.
അന്നു മുതൽ മിട്ടുവും ചിങ്കുവും അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം ചിങ്കി മൈന മുട്ടയിട്ടു. അത് കണ്ട് മിട്ടു ഒരുപാട് സന്തോഷിച്ചു. മിട്ടു, നിന്നോട് സത്യം പറയണ നേരം വന്നു. ഈ കാട്ടില് ഒരു രഹസ്യമുള്ള ഗുഹയുണ്ട്. കാട്ടിലുള്ള പറവയുടെ മുട്ടയിൽ നിന്ന് കുട്ടി വന്ന ഉടനെ ആ കുട്ടി പറന്ന് ആ ഗുഹയ്ക്കുള്ളിൽ പോകും. പിന്നെ അത് ഒരിക്കലും തിരിച്ചു വരത്തേയില്ല. അച്ഛനമ്മമാരൊന്നും അത് തേടിയിട്ട് ഗുഹയിലേക്ക് പോവാറില്ലേ? ഒരുപാട് പറവകൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആർക്കും ആ ഗുഹയിനകത്ത് പോകാനേ പറ്റില്ല. കാരണം ആ ഗുഹ വിചാരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മാത്രമേ അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റൂ. അതുകൊണ്ടാ പറയണേ, നമ്മുടെ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ കുഞ്ഞ് ഇവിടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നീ വിഷമിക്കണ്ട. മിട്ടു ചിങ്കി പറയണത് കേൾക്കത്തില്ല. അത് അവിടെ തന്നെ ഇരുന്നിട്ട് മുട്ടയെ നന്നായി നോക്കും. കുറച്ചു നാൾക്ക് ശേഷം ആ മുട്ടയിൽ നിന്ന് കുഞ്ഞു വന്നപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം മിട്ടുവും ചിങ്കിയും രണ്ടുപേരും അവരുടെ കുട്ടിയോടൊപ്പം കൂട്ടിലിരിക്കുമ്പോ അപ്പോ പെട്ടെന്ന് മുന്നു കാട്ടിൽ പറക്കാൻ തുടങ്ങും. മമ്മി മമ്മി, ഞാൻ കാട്ടിൽ എന്തെങ്കിലും പറക്കണേ? അല്ല, ഇതെന്താ ഇങ്ങനെ? നീ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ പറക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമുക്ക് ഇവിടുന്ന് പോകാന്ന്. ഇവിടെ എന്ത് നടക്കണമെന്ന് അറിയണതിന് മുമ്പേ മിന്നു അവിടെ നിന്ന് പെട്ടെന്ന് പറക്കാൻ തുടങ്ങി. അപ്പോ അവർ രണ്ടുപേരും അതിന്റെ കൂടെ തന്നെ പോയി. മുന്നു, നിക്ക്, നീ ഓടല്ലേ, നിക്ക്. മമ്മി മമ്മി, എനിക്ക് എന്തോ ആവണ്. ഞാൻ താനെ പറന്ന് പോവും അമ്മ. മുന്നു ആ ഗുഹയ്ക്ക് അടുത്ത് പെട്ടെന്ന് തന്നെ പൊക്കോണ്ടിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അത്ര പെട്ടെന്ന് പറക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അമ്മ, എന്നെ രക്ഷിക്കേ. ആ മന്ത്ര ഗുഹയ്ക്കുള്ളിൽ മിന്നു പറന്നു പോയി. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അതിന്റെ ഉള്ളിൽ പോകാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവർ രണ്ടുപേരും പെട്ടെന്ന് വന്ന് ഇവിടെ വീണു. കഷ്ടപ്പെട്ട് എണീച്ചു. എന്താ ഇത്? എന്തുകൊണ്ടാ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തത്? ഞാൻ ഇതിനെ കുറിച്ച് നിന്നോട് കുറെ കാലമായി പറഞ്ഞ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ്. ഇപ്പൊ ആ ഗുഹയ്ക്കുള്ളിൽ പോയില്ലേ, ഇനി തിരിച്ചു വരാനേ പറ്റത്തില്ല. ഈ കാട്ടില് ഒരു കുഞ്ഞിനും അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഒരു ദിവസം എത്തുമ്പോൾ ആ കുഞ്ഞിനെ ഈ ഗുഹയിലേക്ക് ഞാൻ എത്തിക്കും. എന്താ ഈ ഗുഹയുടെ രഹസ്യം? എന്താ? എന്തിനാ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ ഗുഹയിലേക്ക് കൊണ്ടുവരുന്നത്? ഈ ഗുഹയിലേക്ക് ഞങ്ങളല്ലാതെ സിംഹത്തിന് മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ. ഈ ഗുഹയുടെ രഹസ്യം അറിയണമെങ്കിൽ ആ സിംഹത്തിന്റെ അടുത്തേക്ക് പോവോ. ഞങ്ങളുടെ കുഞ്ഞിനെ അവൻ തട്ടിയെടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ മാഞ്ഞു പോകും. ഇത് കേട്ട മിട്ടുവും ചിങ്കിയും ഗോൾഡിയുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ആ ഗുഹയിലേക്ക് പോകില്ല. ആ രഹസ്യം അറിയാൻ വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടുന്ന് വേഗം പോകൂ. രണ്ടുപേരും അവര് പറഞ്ഞത് കേട്ടിട്ട് പെട്ടെന്ന് ഡ്രീം ലാൻഡ് കാട്ടിലുള്ള ഷേർഖാന്റെ അടുത്ത് പോകും. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഗുഹയിലേക്ക് പോകാം. ആ രഹസ്യത്തെ ഞാൻ മനസ്സിലാക്കും. ഷേർഖാൻ അവർ രണ്ടുപേരെയും കൂട്ടി ഗുഹയ്ക്ക് പോകും. എന്നിട്ട് അവർ അതിന്റെ ഉള്ളിലേക്ക് പോകും. അവരുള്ളിൽ പോയി നോക്കും. അവരുടെ കൺമുന്നിൽ തന്നെ നല്ല സുന്ദരമായ കാടുണ്ട്. അവരുടെ മുന്നിൽ തന്നെ രണ്ടുപേര് ഇരിക്കുകയായിരുന്നു. മൈനയും കിളിയും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാട്ടിലെ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച് അവരെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഈ ഗുഹയുടെ രഹസ്യം എന്താണ്? നീ ആ സിംഹമല്ലല്ലോ, അത് വേറെയല്ലേ? അതെ, ഈ കാട്ടിലെ രാജാവ് ഞാനല്ല. ഞാൻ ഡ്രീം ലാൻഡിൽ നിന്നാ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് പ്രശ്നങ്ങളെല്ലാം പറയാം. ഇത് രഹസ്യ ഗുഹ എന്ന് എന്തിനാ പറയണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളെ പോലത്തെ പറവുകൾക്കേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ ആര് വിചാരിച്ചാലും ഉള്ളി വരാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ തലയെഴുത്ത് എന്തെന്നാ, നിങ്ങളെ പോലത്തെ കാട്ടുരാജാവിന് ഇതിന്റെ ഉള്ളി വരാൻ പറ്റും. ഇതേപോലെ ഒരു ദിവസം സിംഹരാജാവ് ഉള്ളി വന്നായിരുന്നു. അവർക്ക് ഞങ്ങളെ കുട്ടികളെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവര് ഞങ്ങളെ കുട്ടികളെ എടുത്തോണ്ട് ഗുഹയെ വിട്ട് വെളിയിലേക്ക് പോയി. ഞങ്ങളെ കൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തു പോയി അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ പറവുകളുടെ കുട്ടീനെ ഞങ്ങൾ എടുക്കും. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കുട്ടികൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാട്ടിലുള്ള ഒരു പറവകൾക്കും അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറ്റാത്ത. അങ്ങനെ പറഞ്ഞത് കേട്ടതും ഷേർഖാൻ അവിടെ നിന്ന് തിരിച്ചു പോകും. പിന്നെ എല്ലാ ജന്തുക്കളെയും വിളിച്ചോണ്ട് ഗോൾഡിയുടെ അടുത്ത് പോകും. ഗോൾഡിയുടെ ഈ കാര്യം കേട്ടിട്ട് അവർ ഒരുപാട് ദേഷ്യപ്പെടും. ഗോൾഡി, നീ ചെയ്ത തെറ്റുകൊണ്ട് ഈ കാട്ടിലുള്ളവർക്ക് മൊത്തം ശിക്ഷ കിട്ടാൻ പോവുക. ഒരു ചെറിയ കിളിക്കുഞ്ഞിനെ ഭക്ഷിച്ചിരിക്കുന്നു. നിനക്ക് നാണമില്ലേ? അങ്ങനെയൊന്നുമല്ല സിംഹരാജൻ. എന്റെ ഭാര്യയ്ക്ക് കിളിയെ വളർത്താൻ നല്ല ആഗ്രഹമുണ്ട്. അവളെന്നോട്
ഈ കാട്ടിലെ ഒരു ഭംഗിയുള്ള കിളിയെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഒരു ദിവസം അത് അന്വേഷിച്ച് ഞാൻ ആ ഗുഹയ്ക്കുള്ളിലെത്തി. ആ കുഞ്ഞിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ അതെവിടെയുള്ളത്? അതിനെ കൂട്ടിലടച്ച് ഞാൻ എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ കിളിയെയും എടുത്തുകൊണ്ട് ഗുഹയിലേക്ക് വാ, ഇല്ലെങ്കിൽ നിനക്ക് വലിയ ശിക്ഷ കിട്ടുന്നതായിരിക്കും. ഗോൾഡി വൈകുന്നേരമാകണതിന് മുമ്പേ കിളിയുടെ കുട്ടീനെയും കൂട്ടി വെളിയിലേക്ക് വരും. മോട്ടു, ഈ കിളിയെ സ്വതന്ത്രനാക്ക്. അത് കേട്ട് മൂണ്ടു കുരങ്ങ് കതവ് തുറന്നു കൊടുക്കും. പറവ പറന്നു പോകും. ഗോൾഡി, ഇനി നീ ആ ഗുഹയിലേക്ക് പോകൂ. അതിന്റെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്ക്. അങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഗോൾഡി കിളിയോട് ചേർന്ന് ആ ഗുഹയ്ക്കുള്ളിൽ പോകും. ആ പറവയുടെ അച്ഛനും അമ്മയായ കിളിയും മനയും ഒരുപാട് സന്തോഷിക്കും. ആ കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയും കണ്ട് ഒരുപാട് സന്തോഷിക്കും. എന്നോട് ക്ഷമിക്കണം കിളി, മൈന. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കാട്ടിലെ കുഞ്ഞുങ്ങളെ വിടണം. ഞാൻ നിന്നെ ക്ഷമിച്ചു ഗോൾഡി. ഇനി ഈ കുട്ടികളെ ഞങ്ങളെ വിട്ടേക്കാം. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളെ പോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും അവരെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. കുറച്ചു നേരത്തിൽ തന്നെ ഗോൾഡി ആ പറവകളെയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് വരും. അത് കണ്ട ഉടനെ എല്ലാ പറവകളും ഒരുപാട് സന്തോഷിക്കും. അവരുടെ അച്ഛനും അമ്മയും കണ്ട പറവകളും സന്തോഷിക്കും. വളരെ നന്നായിരിക്കുന്നു ഗോൾഡി. ഒരു രാജാവിന്റെ കടമ നീ ചെയ്തു. ഇനി ഈ തെറ്റ് നീ ആവർത്തിക്കരുത്. പിന്നെ എല്ലാരും അവരുടെ വീട്ടിലേക്ക് പോകും. പിന്നെ ഗോൾഡിയുടെ കാട്ടിലും എല്ലാരും കൂടെ ചേർന്ന് ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങി.